ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ വീഡിയോ പറയുന്നത് വാട്സപ്പിൻ്റെ പുതിയ ടൂൾസിനെ കുറിച്ചാണ്. ഒരുവിധം അറിയായിരിക്കും ടൂൾസ് എന്നാലും പുതിയ ടൂൾസ് എല്ലാം വന്നിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വാട്സപ്പ് എടുക്കാം. വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് AI, അതായത് മേറ്റ AI എന്നുള്ള ഓപ്ഷനാണ്. മേറ്റ AI ബ്ലൂ ബട്ടണിൽ കാണുന്നതാണ് മേറ്റ AI. അപ്പോൾ മേറ്റ AI എടുക്കാം. മേറ്റ AI എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ അത് ചാറ്റ് എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾക്ക് അയക്കണമെങ്കിൽ സാധാരണ നമ്മളൊരു ചാറ്റ് എടുക്കും. അപ്പോൾ ചാറ്റിൽ താഴത്തൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറേ ഓപ്ഷൻ കാണാം. അപ്പോൾ ഗാലറിയിലെ ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാനിപ്പോൾ ആദ്യം എടുക്കുന്നത് പോൾ എന്നുള്ള ഓപ്ഷനാണ്. പോൾ എന്നുള്ള ഓപ്ഷൻ അത് ഞങ്ങൾക്ക് അറിയില്ല. പോൾ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത് സാധാരണ യെസ് ഓർ നോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ സ്കൂളിലെ ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ അത്രയാളത് അറ്റൻഡ് ചെയ്തു ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ വലിയ വലിയ ബിസിനസ് മീറ്റിംഗ്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ കൊടുക്കുന്നത് ആറ് അറ്റൻഡ് ചെയ്യും മീറ്റിംഗ് പങ്കെടുത്തിനോ യെസ് ഓർ നോ. ചില എല്ലാ ഓപ്ഷൻസിലും യെസ് ഓർ നോ ക്വസ്റ്റൻ, അതായത് മീറ്റിംഗിൽ മാനേജർ ആണെങ്കിൽ ആ മാനേജർക്ക് മനസ്സിലാവും എത്ര ആള് പങ്കെടുത്തില്ല. ഇപ്പൊ എല്ലാവരും വാട്സപ്പ് നമ്പറും മാനേജർക്ക് ഉണ്ടാവുമായിരിക്കും. യെസ് ഓർ നോ കൊടുത്തു കഴിഞ്ഞാൽ മാനേജറിന് മനസ്സിലാവും, അതായത് എത്ര സ്റ്റാഫ് പങ്കെടുത്തിന് ഇല്ലയോ എന്ന്. കാരണം എല്ലാ സ്റ്റാഫിൻ്റെയും നമ്പർ മാനേജർക്ക് ഇവിടെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ സ്കൂളിലും ടീച്ചർക്ക് മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ പറയുന്നത് ക്രിയേറ്റ് ആൻ ഇവൻ്റ് ആണ്. ഇവൻ്റ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു ഇവൻ്റ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ്റ് നെയിം കൊടുക്കാം. അതേപോലെ എന്താണ് ഇവൻ്റ്, അത് കലണ്ടറിൽ നമുക്ക് ഡേറ്റ് ഫിക്സ് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടീൻ്റെ ഇവൻ്റാണ് കൊടുക്കുന്നത്. അവിടെ ഇവൻ്റിൽ നമുക്ക് ലിങ്ക് കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് കോൾ ലിങ്ക് കൊടുക്കുക. ഇവൻ്റിൽ എല്ലാവരെയും ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി വെച്ചിട്ട് നമുക്ക് ക്ഷണിക്കാൻ പറ്റും. എന്ത് ഇവൻ്റാണോ നിങ്ങൾക്ക് വിളിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഇവൻ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇവൻ്റ് കൊടുത്തിട്ട് നമുക്ക് ഇവൻ്റ് നെയിം, ഞാനിവിടെ ഒരു ബർത്ത്ഡേ പാർട്ടീൻ്റെ ഇവൻ്റ് നെയിമാണ് കൊടുക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടീൻ്റെ ഇവൻ്റ് നെയിം അവിടെ കൊടുത്തിട്ട് ബർത്ത്ഡേ പാർട്ടീന്ന് കൊടുത്തിട്ട് നമുക്കിവിടെ അത് സെൻഡ് ചെയ്യാം. ആർക്കാണോ സെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. എനിക്ക് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് എൻ്റെ താഴെ ഒരു AI ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് AI ഇമേജിൽ ഇഷ്ടം പോലെ പിക്ചർ കാണും, സോ മെനി പിക്ചേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ എടുക്കാം. ഇഷ്ടമുള്ള പിക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ AI ഇമേജ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. ആ പിക്ചേഴ്സ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോയിലേക്ക് അത് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം അത് ചെയ്തുകൊണ്ടാണ് അത് ഒന്ന് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഫോട്ടോ ചോദിക്കും. അപ്പോൾ നമ്മളത് ഫോട്ടോ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുക്കുന്നത് വരാൻ, അത് ഒന്ന് റൗണ്ട് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കും. ഇഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് ഇഫക്ട്സ് ഉണ്ട്, സ്റ്റൈൽസ് വരും. സ്റ്റൈൽ വന്നതിന് ഇപ്പുറത്ത് ഒരു എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ആനിമേറ്റ്, ഞാനിപ്പോൾ ആനിമേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ആനിമേറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് റിമൂവ് ഉണ്ട്. റിമൂവ് ആണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് റിമൂവ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഗാലറിയിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗാലറി പോയി കഴിഞ്ഞാൽ അത് ആനിമേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവുക, ഞാൻ ആ വീഡിയോ ആനിമേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ ഗാലറിയിൽ പോയി, ഇപ്പോൾ ഗാലറിയിൽ പോയിട്ടുണ്ട്, അത് അവിടെ ഉണ്ടാവും. ആ ഒരു ഇമേജ്, ഞാനിപ്പോൾ ചെയ്ത ഇമേജ് അത് അവിടെയുണ്ട്. ഡൗൺലോഡ് ചെയ്ത ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഈ ഓപ്ഷൻ പറയുന്നത് AI ഇമേജ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് തന്നെ വേറൊരു ഇമേജ് ഞാൻ കൊടുക്കുന്നത്. ഞാനിപ്പോൾ വേറൊരു പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇമേജ് ഓഫ് എ ടെമ്പിൾ, ഒരു ടെമ്പിളിൻ്റെ ഇമേജ്. അപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയുള്ള ഒരു ടെമ്പിളിൻ്റെ ഇമേജിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രോംപ്റ്റ് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ്, നമുക്ക് ChatGPTയിലോ ഗൂഗിളിലോ പോകേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ നമുക്കായി ഈ പ്രോംപ്റ്റ് ഇമേജിൽ നമുക്ക് അടക്കം കിട്ടും. ഡയറക്റ്റ് നമ്മുടെ ഞാനൊരു ടെമ്പിളിൻ്റെ ഇമേജിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ആ ഇമേജ് ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആനിമേറ്റ് ഇങ്ങനെ ഉണ്ടാകും പുതിയൊരെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഗാലറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിൽ ഫോട്ടോസിലുണ്ടാവും. അതിങ്ങനെയാണ് ആനിമേറ്റ് ചെയ്താലുണ്ടാവുക. അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ChatGPTയിലും ഡയറക്റ്റ് പോകേണ്ട ആവശ്യമില്ല. മേറ്റ AI എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മളെ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ആ പിക്ചർ ഗാലറി പോയിട്ട് കൊടുക്കുക, റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ അറേഞ്ച് കൊടുത്തിട്ടുണ്ട്. കൊടുത്തപ്പോൾ നമ്മളെ ഫിനാൻസ് മിനിസ്റ്റർ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതായത് ജനിച്ച മുതലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിനകത്ത് കിട്ടുന്നതാണ്. ChatGPT പോകേണ്ട ആവശ്യമില്ല. ഞാൻ വോയിസ് കോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. വോയിസ് കോൾ വെച്ച് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, അതായത് ഒരു പുതിയൊരു ഇമേജിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് ഇമേജ് വന്നത് പിന്നെ പുതിയൊരു പിക്ചറിന് വേണ്ടിയിട്ട്, അതായത് ഒരു ക്രിക്കറ്റുള്ളൊരു പിക്ചറിന് വേണ്ടി കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഞാൻ 3 നാച്ചുറൽ എന്നുള്ള ആ സംഭവമാണ് ഇവിടെ കൊടുക്കുന്നത്. നാച്ചുറൽ കൊടുത്തു നോക്കി. നാച്ചുറൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നാൽ വരുമെന്ന് നോക്കുക. നമുക്ക് ചാറ്റ് കാണിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പിക്ചറാണ് വേണ്ടത്, ടെമ്പിൾ തീംസ് ആണോ, അബ്സ്ട്രാക്ട് ബാക്ക്ഗ്രൗണ്ട്, ഏത് തരത്തിലുള്ള നാച്ചറാണ് വേണ്ടതെന്നാണ് നമ്മളോട് ചാറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പം ഞാൻ നാച്ചറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം.
ഏത് തരത്തിലെ ഇമേജ് ആണ് വേണ്ടതെന്നാണ് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ പിക്ചർ വരുന്നുണ്ട്, പിക്ചർ അയച്ചത് ഇങ്ങനെയാണ് പിക്ചർ വന്നിട്ടുള്ളത്. നമ്മൾ എന്താണ് ഇമേജ് പ്രോംപ്റ്റ് അവിടെ കൊടുത്തത് അത് കണക്കായിട്ട് നമ്മളോട് ചോദിക്കും, ഏത് പിക്ചറാണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് കണക്കായിട്ടുള്ള പിക്ചർ നമുക്ക് വാട്സപ്പ് ഇങ്ങോട്ട് തരുന്നതാണ്. നമുക്ക് ഇതിൻ്റെ നേരെ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ഇമേജിലേക്ക് മാറ്റാവുന്നതാണ്. ഞാൻ അതിൻ്റെ അത് ചോദിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് പിക്ചർ വേണമെങ്കിലും പ്രോംപ്റ്റ് നമുക്ക് ഇതിൻ്റെ അത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് ഏതിൻ്റെ പ്രോംപ്റ്റ് വേണമെങ്കിലും ഇമേജിൻ്റെ സൂര്യനുദിക്കുന്ന സൺസെറ്റോ അങ്ങനെ ഏത് തരത്തിലുള്ള പ്രോംപ്റ്റും നമുക്ക് അതിനോട് നമുക്ക് പ്രോംപ്റ്റ് അറിയില്ലെങ്കിൽ ChatGPT പോകേണ്ട ആവശ്യമില്ല, ഒന്നിൻ്റെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏത് പ്രോംപ്റ്റ് വേണമെങ്കിലും നമുക്കിവിടെ ഏത് പിക്ചറിൻ്റെ പ്രോംപ്റ്റ് വേണമെങ്കിലും നമുക്കിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വാട്സപ്പ് പറഞ്ഞു തരുന്നതാണ്. ഏത് പ്രോംപ്റ്റ് വേണമെങ്കിലും നമുക്ക് മേറ്റയോട് ചോദിക്കാം. മേറ്റയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോംപ്റ്റ് പ്രത്യേകം പിന്നെ വാട്സപ്പിലേക്ക് നമുക്കത് അയച്ചു തരുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് അത് ChatGPTയിലോ അങ്ങനെ ജെമിനിയിലോ വേറെ ഏതെങ്കിലും ആപ്പിലേക്ക് കുറേ ആപ്പുണ്ട്, ക്ലൗഡ് അങ്ങനെ കുറേ ഇപ്പോൾ ക്ലൗഡ് കുറേ ഉണ്ട്. നമുക്ക് ചെറിയ പ്രോംപ്റ്റെല്ലാം നമുക്ക് എന്തായാലും മീറ്റായാലും വാട്സപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ അവിടെ താഴെ ഒരു റൈറ്റിംഗ് ബട്ടൺ കാണില്ല, അത് അമർത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കളർ വരും. മെസ്സേജിങ് ആണ്. മെസ്സേജ് എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ ഞാനൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് കൊടുക്കാം, വാട്സപ്പിന് സ്റ്റാറ്റസ് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഏതെങ്കിലും പിക്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഇമേജിലേക്ക് പോവുക. അപ്പോൾ ഇമേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ അത് വാട്സപ്പിലേക്ക് മാറ്റുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് മാറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇവിടെ കാണുന്നില്ല, അവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഫോണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അത് ആ മെസ്സേജ് നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് ഫോണിലേക്ക് ടൈപ്പ് ചെയ്യും. ഇവിടെ ബട്ടൺ ഉണ്ട്, അവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആ താഴെ കാണുന്ന എന്നുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് അതിൻ്റെ റിട്ടേൺ സ്റ്റൈലാണ്, ഫോണ്ടാണ്. നമുക്കത് ഫോണ്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ അവിടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റസ് നമ്മളിപ്പോൾ എല്ലാവരും കാണുന്ന വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തന്നെ വാട്സപ്പിൽ തന്നെ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റും. സ്റ്റാറ്റസ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഗുഡ് മോർണിംഗ് സ്റ്റാറ്റസ് കാണാൻ പറ്റും. അടുത്തത് നമ്മളെ വാട്സപ്പിൽ നമ്മൾ സാധാരണ കമൻ്റായിട്ട് പിക്ചറെല്ലാം കൊടുക്കൂലേ, പിക്ചറെല്ലാം കൊടുക്കുന്നേരം നമുക്കത് കമൻ്റായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ബർത്ത്ഡേ പിക്ചറെല്ലാം നമ്മൾ കമൻ്റായിട്ട് കൊടുക്കലുണ്ട്, അത് ഇതിൻ്റെ തന്നെ ഉണ്ടാവും ഓൾറെഡി. പക്ഷേ നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഫോട്ടോസോ നമ്മളെ പിക്ചേഴ്സോ കമൻ്റായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അത് തെറ്റൊക്കെ ആ കാണുന്ന ഒരു ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ പറ്റും. നേരെ ഗാലറിയിലേക്കാണ് പോവുക. നമ്മൾ ഉള്ള ഫോട്ടോസും നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസെല്ലാം നമ്മളെ ഗാലറിയിൽ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊരു ഐശ്വര്യൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്ത് വരും. നമുക്ക് കമൻ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസും ഫോട്ടോസും നമുക്കത് കമൻ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഇതൊരു പുതിയ ഫീച്ചേഴ്സാണ്. ഇങ്ങനെയാണ് വരിക. ഓൾറെഡി അത് മുറിച്ചിട്ട് തന്നെ വരും. നമുക്കത് കട്ട് ചെയ്യണോ അതായത് മാക്സിമൈസിങ്ങൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു ഇമേജ് അത് മുറിച്ചിട്ട് ഇതേപോലെ അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ അത് വരും, ഡൗൺലോഡ് ആയിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ ന്യൂസ് സ്റ്റിക്കർ പാക്കെല്ലാം വെച്ചിട്ട് ഫാബ്രിക്സ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ആൻസറുടെ ഉത്തരം പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുക്കുക. ഇങ്ങനെയാണത് കമൻറ്റിൽ വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.